ഇനി നമുക്ക് ചോദ്യോത്തര പരിപാടിയിലേക്ക് കടക്കാം. കണ്ണൂരിൽ നിന്ന് ഒരു സഹോദരിയുടെ സുദീർഘമായ ഒരു കത്ത് ലഭിച്ചിട്ടുണ്ട്. അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളാണ് അതിൽ പരാമർശിക്കുന്നത്. എന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഞങ്ങൾ സ്ത്രീകൾ കൂടുതലായി നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്നും അത് സ്വന്തം ഇണയോട്, ഭർത്താവിനോട് നന്ദിയില്ലാത്തവരാകുന്നതിനാലാണെന്നും വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പല കാര്യത്തിലും അവരോട് വിയോജിക്കേണ്ടതായിട്ട് വരുന്നു, നിർബന്ധിതമായി വിയോജിക്കേണ്ടി വരുന്നു. തീർച്ചയായും അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അതിനാൽ എന്ത് നിലപാടാണ് ഈ സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ടത് എന്നാണ് സഹോദരിയുടെ അന്വേഷണം. കുടുംബ രംഗത്ത് അനുഭവപ്പെടുന്ന ഗുരുതരമായ ചില അവസ്ഥകളുടെ ഒരു എഴുത്താണ് യഥാർത്ഥത്തിൽ ഈ സഹോദരി നമ്മുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുന്നത്. ഇസ്ലാമിൽ വിവാഹം എന്നത് കേവലം രണ്ടു പേർക്ക് ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല. അതിനപ്പുറം വിവാഹത്തിന് അടിസ്ഥാനപരമായ ചില ലക്ഷ്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം ഭാര്യ ഭർത്താക്കന്മാരായി, ഇണകളായി മാതൃകാപരമായി ജീവിതം നയിച്ച് സ്വർഗം നേടുക എന്നതാണ്. അതോടൊപ്പം ഏറ്റവും ഉത്കൃഷ്ടമായ മൂല്യങ്ങൾ കുടുംബത്തിന് പകർന്നു നൽകുക. അതേപോലെ തങ്ങൾക്ക് ഉണ്ടാകുന്ന സന്താനങ്ങൾ ആദർശബോധമുള്ള, ധാർമ്മിക വിശുദ്ധിയുള്ള മക്കളായിട്ട് വളർത്തുക. അങ്ങനെ അവരുടെ വിശ്വാസപരമായ ജീവിതത്തിന് തലമുറകളിലൂടെ തുടർച്ച ഉണ്ടാവുക. ഇങ്ങനെ വലിയ ലക്ഷ്യങ്ങൾ ദാമ്പത്യ ജീവിതം കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ദാമ്പത്യ ജീവിതം ഇസ്ലാമിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പഠിപ്പിക്കുന്നത്. അത് ആദർശപരമായ അടിത്തറയിലായിരിക്കണം എന്നുകൂടി ഉണർത്തുന്നു. ആ നിലയ്ക്ക് ദാമ്പത്യ ജീവിതം നയിച്ചാൽ തീർച്ചയായും ഭർത്താവിൻ്റെ പ്രീതി ആർജിച്ച ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അത് മുഖേന അവർക്ക് സ്വർഗം ഉറപ്പാണ്. ഇതേപോലെ തൻ്റെ ഇണയുടെ കാര്യത്തിൽ സംതൃപ്തനായ അവസ്ഥയിൽ ഒരു ഭർത്താവ് മരണപ്പെട്ടാൽ അയാൾക്കും സ്വർഗം ഉറപ്പാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിന് വേണ്ടിയുള്ള ഒന്നിച്ച് ഉള്ള മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ ദാമ്പത്യ ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതേ സമയത്ത് അള്ളാഹു അനുവദനീയമാക്കിയ കാര്യങ്ങൾ മാത്രമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടുള്ളൂ. അള്ളാഹു അനുവദിക്കാത്ത ഒരു കാര്യം ഭർത്താവ് ഭാര്യയോട് കൽപ്പിക്കുമ്പോൾ ഭാര്യ അത് അനുസരിക്കേണ്ടതുണ്ടോ? ഇല്ല എന്നായിരിക്കും അവിടെ ഉത്തരം. ലാ തഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സൃഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയെയും അനുസരിക്കരുത്. ഇത് അടിസ്ഥാനപരമായ കാഴ്ചപ്പാടാണ്. സൃഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയെയും അനുസരിക്കരുത്. മാതാപിതാക്കളെ മക്കൾ അനുസരിക്കണം എന്ന് ഖുർആൻ നിരന്തരം പഠിപ്പിക്കുന്നു. അതേ ഖുർആൻ തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്: വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ. നിനക്ക് യഥാർത്ഥ ജ്ഞാനം ലഭിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിൽ, അഥവാ ബഹുദൈവത്വം, അന്ധവിശ്വാസങ്ങൾ പോലെയുള്ള ഒരു കാര്യം മാതാപിതാക്കൾ നിന്നോട് കൽപ്പിച്ചാലോ ഫലാ തുതിഉഹുമാ, നീ അവരെ അനുസരിക്കരുത് എന്ന് അല്ലാഹു പറയുന്നു. അതേ സമയത്ത് ഭൗതിക ജീവിത വ്യവഹാരങ്ങളിൽ അവർ ആരായിരുന്നാലും അവരോട് ഏറ്റവും നന്നായിട്ട് സഹവർത്തിക്കണം എന്നും ഖുർആൻ പറയുന്നുണ്ട്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു ഭർത്താവ് ഭാര്യയോട് നീ ഇന്ന് ളുഹർ നമസ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ അവർ അനുസരിക്കേണ്ടതുണ്ടോ? ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. കാരണം അവിടെ ഭർത്താവിനെയല്ല അള്ളാഹുവെയാണ് ആ സ്ത്രീ ഒരു സൃഷ്ടി എന്ന നിലയ്ക്ക് അനുസരിക്കേണ്ടത് എന്നാണ് അതിൻ്റെ ഉത്തരം. നല്ല കാര്യങ്ങളാണ് കൽപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കാം. അപ്പോൾ ഖുർആൻ പഠിക്കണം, അതുപോലെ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളണം. നല്ല ദീനീ പ്രവർത്തനങ്ങളിൽ, ഇസ്ലാമികമായ പ്രവർത്തനങ്ങളിൽ, പ്രബോധന പ്രവർത്തനങ്ങളിലും സാമൂഹ്യ സംരംഭങ്ങളിലും ഒക്കെ ഭാഗവാക്കാവണം എന്ന് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നു. അതേസമയത്ത് ഭർത്താവ് അതിന് എതിര് നിൽക്കുകയാണ് എങ്കിൽ എന്ത് സമീപനം സ്വീകരിക്കണം? ദാമ്പത്യ ബന്ധം തന്നെ അവസാനിപ്പിക്കണമോ? അയാളെ ധിക്കരിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടണമോ? അതല്ല അവിടെ പരിഹാരമാർഗം. മറിച്ച് പരസ്പരം കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുക എന്നുള്ളതാണ്.
എന്തുകൊണ്ടായിരിക്കും ഭർത്താവ് ഭാര്യയോട് ഇങ്ങനെ പറയുന്നത്? അതിന് ന്യായമായ കാരണമുണ്ടോ എന്ന് അന്വേഷിക്കണം. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രായമായ രോഗികളായ മാതാപിതാക്കൾ വീട്ടിലുണ്ടാകും. അപ്പോൾ ആ അവസ്ഥയിൽ അവരെ പരിചരിക്കാതെ തൻ്റെ ഭാര്യ ക്ലാസ്സിന് പോകുന്നു അല്ലെങ്കിൽ പരിപാടികൾക്ക് പോകുന്നു എന്നത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ ആ പ്രശ്നത്തിനാണ് ആദ്യം മുൻഗണന നൽകേണ്ടത്. മാതാപിതാക്കൾ രോഗാവസ്ഥയിൽ വീട്ടിലുണ്ടായിരിക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യോദ്ധാവിനെ തിരിച്ചയച്ചില്ലേ? താങ്കളുടെ ജിഹാദ്, താങ്കളുടെ സമരം എന്നത് മാതാപിതാക്കളെ പരിചരിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയക്കുന്നുണ്ട്. തീർച്ചയായും അത്തരം സാഹചര്യങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അതിന് മുൻഗണന നൽകുക എന്നത് പ്രധാനമാണ്. പക്ഷേ അതുകൊണ്ടും ഖുർആൻ പഠനവും ഇസ്ലാമിക പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കേണ്ടതില്ല. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അതിനുവേണ്ടി സമയം കണ്ടെത്തുക എന്നതായിരിക്കും അവിടെ പരിഹാര മാർഗം. എന്തായാലും നിർബന്ധമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ നിന്ന് ഭർത്താവ് വിലക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഭാര്യ അത് നിർവഹിക്കുവാൻ ബാധ്യസ്ഥയാണ്. ഏത് സാഹചര്യത്തിലും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ അല്ലാത്ത കാര്യങ്ങളിൽ ഖുർആൻ പഠിക്കരുത് എന്ന് പറഞ്ഞാൽ അവർക്ക് പഠിക്കേണ്ടതുണ്ട്. കാരണം അവരുടെ സ്വർഗവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഖുർആൻ പഠനം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ നിങ്ങളെ ധിക്കരിച്ചുകൊണ്ടും പഠിക്കാൻ പുറപ്പെടും എന്ന സമീപന രീതിയോ ദാമ്പത്യ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കും. അവൾ എന്നെ അനുസരിക്കുന്നില്ല എന്നതായിരിക്കും പിന്നെ അവിടുത്തെ മുഖ്യ വിഷയം. ഖുർആൻ ആയിരിക്കില്ല പിന്നെ പ്രശ്നം. അതുകൊണ്ടാണ് കൂടിയാലോചനയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനുള്ള ശ്രമമാണ് എപ്പോഴും നടത്തേണ്ടത്. അതേസമയത്ത് ഭർത്താക്കന്മാർ തിരിച്ചറിയണം, ഈ ഭാര്യ ഉണ്ടല്ലോ എൻ്റെ മക്കളുടെ ഉമ്മയാണ്, ഈ കുടുംബത്തിന് മാതൃകയാവേണ്ടവരാണ്. ആ നിലക്ക് അവർ അറിവ് ആർജിക്കേണ്ടതുണ്ട്. എങ്കിലേ മക്കളെ നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതിന് ഖുർആൻ പഠിക്കാൻ അവസരം കൊടുക്കുകയാണ് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ സാമൂഹികമായ പ്രവർത്തനങ്ങൾ ഇസ്ലാം അനുവദിച്ചിടത്തോളം രംഗത്തിറങ്ങുവാനും പ്രവർത്തിക്കുവാനുമുള്ള സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കണം. എന്നാൽ കുടുംബപരമായ ദാമ്പത്യപരമായ ബാധ്യതകൾ നിർവഹിക്കുന്നിടത്ത് യാതൊരു വീഴ്ചയും സംഭവിക്കാൻ പാടില്ല. ഈ ഒരു കാഴ്ചപ്പാടിൽ കുടുംബത്തിനകത്ത് ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഭർത്താവ് പറയുന്നത് ധിക്കരിക്കേണ്ടി വരുമ്പോൾ ഞാൻ കുറ്റക്കാരിയാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം അവസാനിപ്പിക്കണം. മറിച്ച് പരസ്പരം കൂടിയാലോചിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന രീതിയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഭർത്താവിനെ അനുസരിക്കാതിരുന്നാൽ ഭാര്യ നരകത്തിൽ പോകേണ്ടി വരും എന്നത് ഭർത്താവ് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അനിസ്ലാമിക കാര്യങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ അനുസരിക്കാതിരുന്നാൽ കുറ്റകരമാകുന്നില്ല എന്നുകൂടി നാം മനസ്സിലാക്കണം. എന്തായിരുന്നാലും സമാധാനപരമായ സഹവർത്തിത്വമാണ് തീർച്ചയായും ദാമ്പത്യ ബന്ധം നല്ല നിലയിൽ മുന്നോട്ട് പോകാനും അവ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വർഗം നേടിയെടുക്കാനും പ്രയോജനപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹലോകത്ത് സംതൃപ്തമായ ആദർശത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ദമ്പതികളായി നമ്മെ പരിവർത്തിപ്പിക്കുമാറാവട്ടെ. നാളെ അവൻ്റെ സ്വർഗത്തിൽ, ശാശ്വത സ്വർഗത്തിൽ സ്വർഗീയ അനുഭൂതികൾ നുകരുന്ന ശാശ്വതമായ സ്വർഗീയ ജീവിതവും അവൻ നമുക്ക് പ്രദാനം നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഴിവിളക്ക് മീഡിയ വൺ ഹെഡ്ക്വാർട്ടേഴ്സ് മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ്, വെള്ളിപ്പറമ്പ് PO, കോഴിക്കോട്. പിൻ 673008. ഇമെയിൽ വഴിവിളക്ക്@mediaonetv.in.